അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി ഏതെങ്കിലും നല്ലത് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. ഈ ആപ്പിൾ തോട്ടം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മുതലാളിയുടെ തന്നെയാണ്. ഈ ഹോട്ടലിന്റെ തൊട്ട് പുറകിലായിട്ട് ആ മലഞ്ചെരുവിൽ മൊത്തം ആപ്പിൾ തോട്ടമാണ്. അപ്പോൾ ആ മല കയറുന്നിടത്തോളം ഉണ്ട്. അപ്പോൾ നല്ലൊരു സെറ്റപ്പ് സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ കയറിയുമ്പോഴാണ് നല്ല കുറച്ച് ആപ്പിളും എൻ്റെ കണ്ണിൽപ്പെട്ടു. അപ്പോൾ അത് ഞാൻ പറിച്ചു, താഴെക്കൊണ്ട് പോയി കഴുകി തന്നു. അത്രയൊക്കെ ഉള്ളൂ. 2-3 അടക്കേ നല്ലത് കിട്ടിയുള്ളൂ. ബാക്കി മൊത്തം എന്താണ് മറ്റേ വവ്വാല് കടിച്ച പോലത്തെ എന്തൊക്കെയോ പ്രാണികളും ഇതൊക്കെ കടിച്ച് ഇതാക്കിയതും പിന്നെ ഫുള്ള് താഴെ നടത്തുന്നതായിരുന്നു. അങ്ങനെ ആപ്പിൾ തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയ സ്ഥലം ഹഡിംബ ടെമ്പിളാണ്. ഹഡിംബ ടെമ്പിൾ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. കാരണം ഭീമന്റെ പത്നിയുടെ അമ്പലം, അതായത് ഹിഡിംബി ദേവിയെ ആരാധിക്കുന്ന ഒരു അമ്പലമാണ് ഹഡിംബ ടെമ്പിൾ. അപ്പം ഞാൻ ഹിഡിംബ ടെമ്പിൾ തന്നെ വിളിക്കട്ടെ ഇതൊക്കെ വിചാരിച്ചു. പക്ഷേ എന്തായാലും പേര് വന്നേ അറിയില്ല. എന്തായാലും നല്ല മനോഹരമായ സ്ഥലമാണ്. ഗഡോൽഗജിന്റെ അമ്മയുടെ അമ്പലം കൂടിയാണ്. അപ്പം നല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. നല്ല ശാന്തമായ ഒരു സ്ഥലമാണ്. അതാണ് ഏറ്റവും പറയാനുള്ളത്. ചുറ്റുമുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ശാന്തമാണ്. എനിക്ക് ഇത്തരം സ്ഥലങ്ങൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടുത്തെ അവരുടേതായ വസ്ത്ര രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അതിനുശേഷം നമ്മൾ വന്നത് മാൾ റോഡിലേക്കാണ്. മാൾ റോഡിൽ നിന്ന് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഷോപ്പിക്കത്തെ വിലയാണ്, കത്തി വിലയാണ് ഇവിടെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല റേറ്റാണ്. പിന്നെ പിറ്റേന്ന് കുളുവിലെത്തിയപ്പം അവിടെ നിന്ന് എടുത്ത ആപ്പിൾ മരത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ അവിടെ കുറച്ച് പറിക്കാത്ത ആപ്പിളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു ചുവന്ന റോസുമായ കളറായിരുന്നു ആപ്പിൾ. നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മൾ അവിടുത്തെ ആളോട് ചോദിച്ചിട്ട് 2-3 ഒക്കെ പറിച്ചു. ഓരോരുത്തരാണ് 2-3 പറിച്ചത്. അപ്പോൾ അതിങ്ങനെ തിന്നാൻ തന്നെ നല്ല തേനൊലിക്കുന്ന പോലത്തെ ഒരു മധുരവും നല്ല ടേസ്റ്റ്, അടിപൊളി എന്നുള്ള അടിപൊളി. ഇത് മരുന്നടിച്ചതാണോ അടിക്കാത്തതാണോന്നും അറിയത്തില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നല്ല വൃത്തിക്ക് കഴുകിയിട്ടൊക്കെയാണ് കഴിച്ചത്. നല്ല അടിപൊളി ഇടിപെട്ട ടേസ്റ്റ് ആയിരുന്നു. നല്ല മധുരം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി തിരിച്ചു വരാം. ഓക്കെ, ബൈ.